Hello guys, welcome to Cozy Kunyu Soul. ആക്ച്വലി ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ദിസ് ഈസ് അവർ ലാസ്റ്റ് സ്റ്റഡി ബ്ലോഗ്. ദൈവം അനുഗ്രഹിച്ചു. കാരണം റീസെറ്റ് പേപ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് എക്സാം ബ്ലോഗാണിത്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. 10th പേപ്പർ എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കുറച്ച് എന്തായി പറയുക, ഡിഗ്രിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? പറഞ്ഞു തരാം. ഡിഗ്രിയുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, 6 പേപ്പേഴ്സും കഴിഞ്ഞു. ഇനിയിപ്പം 6 പേപ്പറിൻ്റെ വാല്യുവേഷൻ നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഉടനെ തന്നെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ACCA 9 പേപ്പർ എക്സംഷൻ പഠിക്കുന്നവർക്കറിയാം, ലാസ്റ്റ് 9th പേപ്പർ എന്ന് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെൻ്റ് ആണ്. അപ്പം അതിൻ്റെ മെയിൻ എക്സാമാണ് നാളെ. നമുക്ക് നമ്മുടെ കോളേജ് തന്നെ സെൻറ്ററാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ എക്സാം ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റഡി വ്ലോഗ് ആകാം എന്ന് വിചാരിച്ചു. അപ്പം 9th പേപ്പർ കൊണ്ട് നിർത്തുവാണെന്ന് ചോദിച്ചാൽ അല്ല, നെവർ എവർ. ഇനിയും ഞാൻ പഠിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് നിലവിൽ TCSൽ കിട്ടിയിട്ടുണ്ട്. BPS ആയിട്ട് നമ്മുടെ കോളേജിൽ തന്നെ പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ് കോളേജിൽ വരുന്നത് വെച്ചിട്ട് TCS ഒരു MNC കമ്പനി കൂടിയിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ട് തന്നെ MNCയിലാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആസ് എ ഫ്രഷർ സാലറി കുറവായിരിക്കും, അറിയില്ല. ബാംഗ്ലൂരാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ ആയിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. നമുക്ക് ടെക്നോ പാർക്കിലായിരുന്നു. അതിന് മുൻപ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂവിന് നമ്മളോട് ചോദിച്ചത് ഈ ഒരു 3 സ്ഥലമാണ്. അപ്പം ഞാൻ ബാംഗ്ലൂരാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേനും വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് 10th പേപ്പറോട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, വളരെ സമയമെടുത്ത്. അപ്പം 9 പേപ്പർ നമ്മൾ എക്സംഷനിലൂടെയാണ് പഠിക്കുന്നത് കേട്ടോ. ആസ് എക്സംഷൻ വേഴ്സസ് ഒറിജിനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സെയിം ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ കാണും മറ്റേ ഒറിജിനൽ പേപ്പർ എന്ന് വരുമ്പോൾ. സിലബസ് കുറച്ചും കൂടി ഹാർഡായിരിക്കും. 9 പേപ്പർ എക്സംഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന ഡിഗ്രി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എക്സംഷൻ കിട്ടാനുള്ള കാരണം. അതിപ്പോൾ ഓരോ ഡിഗ്രിയുടെ ബേസിലായിരിക്കും എക്സംഷൻ്റെ എണ്ണം വരിക. BCom ആണെങ്കിൽ ഐ തിങ്ക് ഇപ്പം മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ 9 പേപ്പർ ആയിരിക്കും എക്സംഷൻ. സോ ആസ് യൂഷ്വൽ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എൻ്റെ ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഡിഗ്രി പഠിക്കണം. അതിൻ്റെ കൂടെ ACCയുടെ 9 പേപ്പർ എക്സംഷൻ ആകുമ്പം ഐ തിങ്ക് ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ മീ. സോ വൈ ഐ ചൂസ് 9 പേപ്പർ എക്സംഷൻ. ഇനി ഞാൻ എങ്ങനെ ഇതിലോട്ട് എത്തിയെന്ന് പറയാം കേട്ടോ. ആക്ച്വലി എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ACCA എടുക്കണം എന്നായിരുന്നു. ഇനി കൊമേഴ്സ് സ്റ്റുഡൻറ്റിലോട്ട് വരുന്നതിന് മുൻപ് ബാക്കി ബാക്ക്ഗ്രൗണ്ട്സ് പറയാം. ഇപ്പം എല്ലാവരും പറയും കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്ന ആവറേജ് സ്റ്റുഡൻറ്റ്, നോൺ മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്ന് പറയും. നെവർ എവർ ഗൈസ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആസ് യൂഷ്വൽ കുറച്ച് പേരെങ്കിലും ഇതിങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് പറയണമെന്ന് തോന്നി. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സയൻസ് ഈസ് ഫോർ മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ആൻഡ് സയൻസ് എടുത്താലേ ജീവിതം രക്ഷപ്പെടൂ. നെവർ എവർ അങ്ങനെയില്ല. നഴ്സിംഗ് ഫീൽഡ്, ഡോക്ടർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ സയൻസ് എടുക്കും. ചിലവരുണ്ട് വെറുതെ സയൻസ് എടുക്കും. സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം CA SCCA ഒക്കെ പഠിക്കാനും ലോയറായിട്ട് നോക്കാനും ഒക്കെ സയൻസ് എടുത്തിട്ടാണ് പോകുന്നത്. വൈ ഗൈസ് വൈ? നമ്മൾ നമ്മുടെ സ്ട്രീം ചൂസ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആവും, നമ്മുടെ കരിയർ എന്താണോ ആ കരിയറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കണം എന്ന് വേണം ഫസ്റ്റ് ഡിസൈഡ് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഒരു മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ആയിരുന്നു. എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഷുവറായിട്ടും. കാരണം 10th എനിക്ക് ഫുൾ A+ ആയിരുന്നു. +2ൽ +1 ആസ് യൂഷ്വൽ ഫുൾ A+ ആണ്. എങ്കിൽ പോലും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊമേഴ്സ് ആയിരുന്നു. ഇവരോട് കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. മീൻസ് അലോട്ട്മെൻറ്റ് വെക്കാൻ പോയപ്പോൾ പോലും ആ ചേച്ചി എന്നോട് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നേ, എന്തിനാ കൊച്ചി ഇതൊക്കെ എടുക്കുന്ന, ഭാവി കളയുന്നേ, എന്താണ് നഴ്സിംഗ് ഫീൽഡ് നോക്കിയിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ആകും, ഒന്നും കിട്ടില്ല, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിഷമം കൂടി വന്നിട്ടുണ്ട് ഗൈസ്, വിഷമം കൂടി. കുറച്ച് പേർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ആസ് യൂഷ്വൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കരിയർ എന്താണ് എന്ന്. ഇപ്പോൾ എനിക്ക് എൻ്റെ കരിയറിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഒന്നും എനിക്ക് താല്പര്യമേ ഇല്ലാത്ത ഫീൽഡാണ്. സോ ഞാൻ വിചാരിച്ചിരുന്നത് ആസ് എ പ്രൊഫഷണൽ ആവുക കൊമേഴ്സ്. സോ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, 21ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ACCA ആണ്. വൈ നോട്ട് CA ഓർ വൈ നോട്ട് CMA എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്കിഷ്ടം ACCA ആണ്. CA എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളിൽ നിൽക്കും. ഇതെന്ന് പറയുമ്പം വേൾഡ് വൈഡ് അക്സെപ്റ്റഡാണ്. കൂടാതെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളാണ് എക്സാം പാറ്റേൺസ് ഒക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ പോയാൽ നമുക്ക് ആ പേപ്പർ മാത്രം റീസെറ്റ് എക്സാം എഴുതിയാൽ മതി. CA എന്നൊക്കെ പറയുമ്പോൾ ആ ഗ്രൂപ്പ് ഫുൾ പിന്നെ എഴുതണം.
സോ ആസ് യൂഷ്വൽ എൻ്റെ ഒരു മടി കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഇതായിരിക്കും നല്ലത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ACC ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ISTCയുടെ ഇതിലാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ കോളേജിൽ അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തു. ദാറ്റ് മീൻസ് എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ACCക്ക് പോകണം എന്നായിരുന്നു, ഡിഗ്രി പോകാതെ. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ചെറിയൊരു ഭയം, മടി പിടിക്കും എന്നുള്ളതുകൊണ്ടൊന്നുമല്ല, ഒരു ഡിഗ്രി ഉണ്ടെങ്കിലാണല്ലോ അത്യാവശ്യം ഒരു സെക്യൂർ ആകുക നമ്മൾ. സോ അതുകൊണ്ട് ഞാൻ ഡിഗ്രി എടുക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ സെൻറ്റ് ഡൊമിനിക്സ് കോളേജിൽ മെറിറ്റോറിയസ് ആയിട്ട് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മളവിടെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് 4 ഇയർ ഡിഗ്രി വരുന്നത്. അതും നമുക്കൊരു വില്ലനാണ്, കാരണം ലാസ്റ്റ് 3 ഇയർ ബാച്ച് നമ്മളാണ്. അപ്പോൾ PGക്ക് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ 5 വർഷം പോകുമ്പം നമ്മുടെ ജൂനിയറിന് 4 വർഷമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടും സെയിം ടൈമിൽ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങും. അപ്പോൾ നല്ല സുഖം എന്ത് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം അവരുടെ ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കമ്പൽസറി ആണ്, MCQ ഉണ്ട്, ക്രെഡിറ്റ് പോയിൻ്റ് ആണ്, അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് അവർക്കുണ്ട്. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കമ്പൽസറി അല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു 2 മന്ത് വെക്കേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ആസ് വെൽ ആസ് ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് CA ഫേമിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് ടീം വന്ന് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരു കോഴ്സ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്തൊരു കോളേജാണ് സെൻറ്റ് ഡൊമിനിക്സ്. അപ്പോൾ അവിടേക്ക് വന്നതാണ് ഈ 9 പേപ്പർ എക്സംഷൻ ആണെന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. 10th പേപ്പർ എഴുതിയെടുക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ആ ഒരു എക്സംഷൻ്റെ കുഴപ്പമൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായി, ലൈക്ക് നമ്മൾ കൊതിച്ചിരുന്ന സാധനമാണ് ACC എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഡിഗ്രിയുടെ കൂടെ എടുക്കുക എന്ന് പറയുമ്പോൾ ഡബിൾ അഡ്വാൻറ്റേജ് അല്ലേ. ഈ എക്സംഷൻ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രി എടുക്കുന്നത് കൊണ്ടാണ്. അത് ഓരോ ഡിഗ്രീനെയും ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ BCom ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റിൽ അതിൻ്റെ ഒരു പോളിസി എനിക്ക് തോന്നുന്നു 9 പേപ്പറാണ് എക്സംഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് എടുത്ത് കയ്യിലോട്ട് തരും, അങ്ങനെയൊന്നുമല്ല. ലൈക്ക് സിലബസ് കുറച്ച് കുറവായിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഫുൾ പേപ്പറിന് ടഫ് കാണത്തില്ല. ഫുൾ പേപ്പർ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആദ്യം തൊട്ടേ തുടങ്ങുകയാണ്. ഇതെന്ന് പറയുമ്പം ACC അത്യാവശ്യം റിലേറ്റഡ് ടു നമ്മുടെ BCom ഡിഗ്രിയാണ്. സോ നമ്മൾ BComൽ കുറേയൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 9 പേപ്പറായിട്ട് എക്സംഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ലെവൽ കുറവാണെന്നേ ഉള്ളൂ. നോർമലി ഉള്ള എക്സാംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ടഫ് കുറച്ച് കുറവായിരിക്കാം, ഐ തിങ്ക്. ഞാനത് പഠിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ACCക്ക് ജോയിൻ ചെയ്തു. അതിനിടയ്ക്ക് കുറേ പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇത് പറ്റിയിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആക്ച്വലി അവർ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എക്സാംസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയി. എങ്കിൽ പോലും 1,40,000 ആയിരുന്നു ഫീസ്. അപ്പം നമ്മൾ പകുതിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഇപ്പം ഫൈനലി 6 എക്സാംസ് ആണ് നമുക്ക് നടന്നിട്ടുള്ളത്. ലൈക്ക് കൊളാബാണ് എക്സാംസ് എല്ലാം. ഓഡിറ്റ്, ടാക്സ് ഒരു പേപ്പറായിട്ട്, FRFM ഒരു പേപ്പറായിട്ട്, അങ്ങനെയായിരുന്നു എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ലാസ്റ്റ് പേപ്പർ PM നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മുടെ 3 പേപ്പറിൻ്റെ റിസൾട്ട് വന്നു. അത് നമ്മൾ ഓക്കെ ആണ്. പിന്നെ നമുക്ക് ഇനി 2 എക്സാമിന് റിസൾട്ട് വരാനുണ്ട്. ഇതിപ്പം നമ്മുടെ ലാസ്റ്റ് പേപ്പർ നാളെ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ജേർണി അങ്ങനെയൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങ് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം, കാരണം ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. തുടങ്ങാം. ഓക്കെ, വേറെ സംഭവം കാണിക്കാം ഗൈസ്, നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം അത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കുറേ ഉഴപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് സെമ്മൊക്കെ അത്യാവശ്യം എങ്കിലും ജയിച്ചാൽ മതി, നല്ലൊരു ഗ്രേഡ് കിട്ടിയാൽ മതി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു NCCയുടെ ഗ്രേസ് മാർക്ക് കൂടി വരുമ്പം അത്യാവശ്യം A+ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫൈനൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെമ്മ് അങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ബോധറാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് പേപ്പറിൻ്റെ കാര്യമാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് റീസിറ്റ് പേപ്പേഴ്സ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര കോലാഹലങ്ങളായിരുന്നു എനിക്ക് റീസിറ്റ് പേപ്പർ വന്നു. അപ്പോൾ ബിക്കോസ് ഞാൻ പഠിക്കാതെ പോയതായിരുന്നു. പെട്ടെന്ന് വന്ന് എക്സാം മടി കാരണം ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. വിഷമമൊന്നുമില്ല, ചെറിയ സങ്കടമൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ എഴുതിയെടുക്കണം എന്ന് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ അതിൻ്റെ PM തുറക്കാനായിട്ടിരിക്കുകയാണ്. ഇതുണ്ടോ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അമ്മ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. നോട്ടുണ്ട്,
ടെക്സ്റ്റ് ഉണ്ട്, റിസോഴ്സസ് LMS പ്ലാറ്റ്ഫോം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫാക്കൽറ്റി ഉണ്ട് കോളേജിൽ, സ്നേഹ മിസ് എന്നാണ് പേര്. ആൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് മാം MBA ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. മാം ഭയങ്കര ക്ലോസ് ആണ് നമ്മളോട്. സാധാ ഒരു സർ അല്ല മാഡം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കുമല്ലോ, ലൈക്ക് അവരുടെ പ്രൊഫഷൻ്റെ ആ ഒരു ഇതുണ്ട്. പക്ഷേ മാം ഭയങ്കര ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് എന്തുണ്ടെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് പോലും എന്നോട് മാം പറഞ്ഞത് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം, എൻ്റെ എല്ലാ വിഷസും പ്രയേഴ്സും എപ്പോഴും ഓൾവേസ് വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെയാണ്. അപ്പോൾ താങ്ക് യു മാം. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ വോയിസ് ഓവർ ആയിരിക്കും. ഇൻട്രോ തന്നെ കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പം ഒത്തിരി ലോങ് അല്ലാന്നുണ്ടെങ്കിൽ നാളത്തെ എക്സാമിൻ്റെയും കൂടി ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. സോ അതൊന്നും പ്രത്യേകിച്ചൊരു വ്ളോഗാക്കാനുള്ളത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ.